ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആദ്യക്കുട്ടി രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് മുറ്റത്തൊക്കെ നോക്കുക കേട്ടോ. മഴ പെയ്തതിൻ്റെ ഒരു ഇതൊക്കെ മുറ്റത്തുണ്ട്, ഇലകളൊക്കെ പൊഴിഞ്ഞെടുക്കുന്നുണ്ട്, മണ്ണൊക്കെ ഒന്ന് നനഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടന്നു. പുട്ടും മീൻ വറുത്തതും കേട്ടോ. ഇത് പുഴമീനാണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ പുഴമീൻ കൊണ്ടുവരും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛന് കഴിക്കുന്നതിലും ഇഷ്ടം കൂടുതലും പോയി പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുക, അങ്ങനെ അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഇവരെയൊക്കെ പുഴയിൽ കൊണ്ടുപോകും, മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ വന്ന് മുറ്റെല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. വണ്ടിയൊക്കെ കഴുകി എടുത്ത് വെച്ചു. പിന്നെ ഞാനിനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരണം എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞങ്ങൾക്ക് തറവാട്ടിലോട്ട് പോകാനുണ്ട്. എസ്ജിയുടെ തറവാട്ടിൽ നിന്നാണ് എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇതെൻ്റെ പീസ് ലില്ലി കേട്ടോ. ഇതിനെയാണ് ഞാനിപ്പോൾ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവാറില്ലെങ്കിലും നമ്മൾ അധികം കെയർ ഒന്നും കൊടുക്കണ്ട, അതേപോലെ തന്നെ സൺലൈറ്റ് ഒന്നും വേണമെന്നില്ല. ഇതങ്ങ് വൃത്തിയിൽ വളർന്നോളൂ. ഇപ്പം കുറച്ചായിട്ട് നോക്കാത്തതുകൊണ്ട് ഇലയൊക്കെ ഒന്ന് മാറിയ കളറും എല്ലാം കൂടെ മിക്സാണ്. വേറെ ചെടികളൊക്കെ ഇടയിൽ കൂടെ വളർന്നു വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിലും ഓവർ കെയറിങ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് പാവമായിട്ട് നല്ല സമാധാനത്തോടെ വളരുന്ന ചെടിയാട്ടോ പീസ് ലില്ലി. എന്നാലോ പൂവിട്ട് നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു പച്ച കളറിൽ ആ ഒരു വൈറ്റ് പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചെടി, ഇത് നമ്മൾ ആത്തിയുടെ ബർത്ത്ഡേ ആയപ്പോഴത്തേനും സെറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ പറമ്പിലൊക്കെ പോയിട്ട് പറിച്ചുകൊണ്ടുപോകുന്നത്. നമ്മുടെ സ്ഥലത്ത് ഇത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡായി കണ്ടപ്പോൾ അത് ഞാൻ ആ ഒരു ഏരിയയിൽ അത് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അത്രയാണ് എൻ്റെ ചെടികൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ അടിച്ചു വാരലായിട്ട് കടന്നു. അടിച്ചൊക്കെ വാരി തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ ഒരു ലഡു ഉണ്ടായിരുന്നു കേട്ടോ, അതെടുത്ത് കഴിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് തറവാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളെല്ലാവരും കൂടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ എസ്ജിയുടെ തറവാട്. അവരുടെ കുട്ടിക്കാലത്ത് അവർ കളിച്ചു വളർന്ന വീട്. ഇത് അച്ഛൻ്റെ വീടാണേ. ഇപ്പോൾ പാപ്പനും ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അപ്പം എല്ലാവർക്കും തറവാട് എന്ന് പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും അല്ലേ? എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമുക്കൊക്കെ നമ്മുടെ തറവാട്ടിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, അത് തന്നെയായിരിക്കും എസ്ജിക്ക് ഇവിടെയും. ആദ്യയുടെ ചുറ്റിനുള്ള എല്ലാ കുട്ടികളോടും പെട്ടെന്ന് കമ്പനിയായിട്ടോ. ഫാദി ഫാദി എന്ന് വിളിച്ചിട്ട് ഈ മോനെ പിറകെ കൊണ്ട് നടക്കുക കേട്ടോ. ഇവിടെ കുറേ പൂച്ചയും അതേപോലെ തന്നെ കുറേ പേരക്ക, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിറകെ ഫാദു ഫാദു എന്ന് വിളിച്ചിട്ട് ഈ മോനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഫാദു എന്നാണല്ലോ വിളിക്കുന്നത്. എസ്ജെ നല്ലോണം ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അമ്മയുടെ വീട്ടിലും പോകാറുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കുട്ടിക്കാലത്ത് ചെയ്യുന്ന പോലെ തന്നെ പേരക്ക പറിക്കലും ചാമ്പക്ക പറിക്കലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ മരങ്ങളുടെ പിറകെ കൂടെ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. നല്ല സദ്യയായിരുന്നു, അടിപൊളി സദ്യ. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും മരത്തിൽ പേരക്ക പഴുത്തുണ്ടോ നോക്കി നടക്കുക കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്ത് തന്നെ ഉണ്ട്. പേരക്ക കിട്ടി, പറിച്ചെടുത്തു. എന്തായാലും നല്ല പഴുത്ത പേരക്കയായിരുന്നു, അടിപൊളി. ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇവിടെ ഒരു പേരക്കെങ്കിലും പഴുത്ത് കിടക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിനി തിരിച്ച് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മ ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. ഏട്ടനും ഫാമിലിയൊക്കെ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ മുത്തശ്ശി ഇവിടെ പേരക്കുട്ടിയെ കളിപ്പിക്കുക കേട്ടോ. പേരക്കുട്ടിയുടെ കുട്ടിയാണ്, ഏട്ടൻ്റെ ചെറിയ മോളിന്. ഞങ്ങൾക്കിനി മുക്കത്തൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ സി യു പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് വൈകുന്നേരത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാണ് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കേട്ടോ. ഇനി നാളത്തേനുള്ള കുറച്ച് പരിപാടികൾ നോക്കുകയാണ്. അച്ഛൻ ഇവിടുന്ന് മാങ്ങ പറിക്കുന്നുണ്ട്. ഇവിടെ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചേലമാങ്ങ. രാത്രിയായപ്പം എൻ്റെ ചേച്ചിയും ഏട്ടനൊക്കെ വന്നു. അപ്പോൾ വിഷുവിൻ്റെ ഒരു സമയമായതുകൊണ്ട് ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ലേറ്റ് ടു പോസ്റ്റാണ്. അപ്പോൾ ആദ്യക്ക് പൂത്തിരി കത്തിക്കാൻ കയ്യിൽ വെച്ചിട്ട് കമ്പി പിടിച്ചിട്ട് കത്തിക്കാൻ പേടിയായതുകൊണ്ട് ഏട്ടൻ ഇങ്ങനെ ഒരു മട്ടലൊക്കെ എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവൾ കയ്യിൽ പിടിച്ച് അപ്പോൾ പേടിക്കാതെ കത്തിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവരൊക്കെ വന്ന് പോയി. ഞങ്ങളുടെ ഒരു സിമ്പിൾ ഡേ ഇവിടെ കഴിയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്? വ്ളോഗാണോ, ലൈഫ് സ്റ്റൈലാണോ, അതേപോലെ ട്രാവൽ വ്ളോഗാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം.